ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ചിഹ്നം, ഇതുകൊണ്ടല്ലോ ഈ ക്രോസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു ചിഹ്നം പുരുഷന്മാർക്ക് വലതു കൈയിലും സ്ത്രീകൾക്ക് ഇടതു കൈയിലും ചിന്തിച്ചുകൊള്ളണം. ഈ ഒരു ചിഹ്നം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് പുരുഷന്മാരുടെ വലതു കൈ കൊണ്ട് വലതു കൈ നോക്കണം, സ്ത്രീകളുടെയാണ് ഇടതു കൈയിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പണം വന്ന് ധാരാളം നിറയാനുള്ളൊരു യോഗം തന്നെയാണ്. എത്രയോ ആളുകളുടെ കൈരേഖകൾ പരിശോധിച്ചതിൽ ഞാൻ അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു സമയമുണ്ട്, അതേ വയസ്സുകൾ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമുണ്ട്, അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. മുഴുവൻ കേൾക്കുക, ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ മുഴുവൻ കേട്ടിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിനുള്ള, ചിലർക്ക് ഇങ്ങനെ രേഖയുണ്ടെങ്കിൽ പോലും ചില തടസ്സപ്പെട്ട് നിൽക്കാറുണ്ട്, അതിനുള്ള പരിഹാരവും പറയുന്നുണ്ട്. എവറിത്തിങ് പറയുന്നുണ്ട് ഈ ഈ ഈ മിസ്റ്റിക് ക്രോസിനെ കുറിച്ച്. ഇതിനാണ് മിസ്റ്റിക് ക്രോസ് എന്ന് പറയുന്നത്. ഇത് പുസ്തകം വായിച്ച് കിട്ടുന്ന അറിവല്ല ഞാനീ പറയുന്നത്. എത്രയോ ആളുകളുടെ കൈരേഖ പരിശോധിച്ച് അവരുടെ ജീവിതങ്ങൾ മനസ്സിലാക്കി അങ്ങനെ കിട്ടിയ അറിവാണ് ഇത്, തിരിച്ചറിവാണ്. ഇത് ഉറപ്പായിട്ടും ജീവിതത്തിൽ പ്രയോജനം ചെയ്യും, യാതൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, നിങ്ങൾക്ക് വലിയ സമ്പത്ത് ഉണ്ടാക്കാനും പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ വയസ്സിലെ ചില വയസ്സുകൾ പ്രയോജനപ്പെടുത്താനും പറ്റും, ജീവിതം ഉറപ്പായിട്ടും മാറ്റാൻ പറ്റും. 100% അനുഭവമുള്ള കാര്യമാണ് പറയുന്നത്. വീഡിയോ മുഴുവൻ കാണുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണ്ട. കാരണം നമ്മൾ ഷെയർ ചെയ്തപ്പോൾ ഒരാൾക്ക് കൊടുത്ത് അവർ കാണണമെന്നൊന്നുമില്ല. ആവശ്യമുള്ളവർ കാണട്ടെ, അവർക്ക് അതിൻ്റെ ഗുണം കിട്ടും. ചിലർ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി നഷ്ടങ്ങളെല്ലാം ഉണ്ടായിട്ട് ചിലപ്പോൾ ഇത്തരം അറിവുകൾ അറിയത്തുള്ളൂ, അത് അവരുടെ തലേവിധി. ചിലർ ഇതൊന്നും നഷ്ടങ്ങളൊന്നും ജീവിതത്തിൽ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞാൽ അതിൽ രക്ഷപ്പെടും, അത് അവരുടെ ഈശ്വരാധീനം. ഇതൊന്നും നമുക്ക് കൈകടത്താൻ പറ്റത്തില്ല. ആവശ്യമുള്ളവർ കാണട്ടെ, ഈശ്വരാനുഗ്രഹമുള്ളവർ കാണട്ടെ, അവർക്കത് പ്രയോജനം ചെയ്യട്ടെ, അല്ലാത്തവരുടെ വഴിക്ക് പോട്ടെ. അപ്പം വിശദമായിട്ട് പറഞ്ഞു തരാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരുവാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല, ഏതൊരു സാധാരണക്കാരന് ചെയ്യാവുന്ന നല്ല വഴിപാടുകളും സ്വയം ചെല്ലാവുന്ന നല്ല പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ആവശ്യമുണ്ട്, ചെയ്യാതെ ചെയ്യാതിരിക്കുക. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും, എന്നിട്ടേ വർക്ക് എടുക്കത്തുള്ളൂ. ഒരു ദിവസം ചെയ്തുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ളവർ ചെയ്യുകയും വേണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും, എല്ലാം നല്ല കാര്യങ്ങളാണ്, അതൊക്കെ ആവർത്തിക്കാമെന്നുള്ളവർ ചെയ്താൽ മതി, അല്ലാത്തവർ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. പിന്നെ വാട്സപ്പിൽ ഇടുന്ന എല്ലാ മെസ്സേജും എനിക്ക് റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്, അത് സ്വാഭാവികമാണ്. പറ്റുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ തരും. എന്നിട്ട് വർക്ക് എടുക്കുകയാണെങ്കിൽ മുൻഗണനാക്രമത്തിലായിരിക്കും ഒരു ഡേറ്റ് തരുന്നത്. ആ ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ നോക്കി പറഞ്ഞു തരും. ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവൻ ദേവത, ശരനൂൽ രഹസ്യം, ശിവവിദ്യകൾ. ഞാൻ പറയുന്ന ശരനൂൽ രഹസ്യം വേറെ ആരും പറഞ്ഞു തരത്തില്ല. പിന്നെ ഭദ്രകാളിയുടെ ചില രഹസ്യ വിദ്യകൾ എല്ലാം ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല കാര്യങ്ങളാണ്, സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും. അതൊന്നും വേറെ ആരും പറയത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ്, വീഡിയോ കേൾക്കുന്നവർക്കറിയാം, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട. ഇതാണ് സാഹചര്യം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. ഞാൻ ഫ്രീ ആകാറേ ഇല്ല, അതുകൊണ്ടാണ്. പിന്നെ മുൻഗണനാക്രമത്തിൽ ഡേറ്റ് ഇട്ട് കൊടുത്തേ ഉള്ളൂ, അതുകൊണ്ടാണ്. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. എല്ലാം ശിവപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരുകയാണ്. എല്ലാം ശിവഭഗവാന്റെ മഹത്വം, ശിവ. ഈ ക്രോസിൻ്റെ പേരാണ് മിസ്റ്റിക് ക്രോസ് എന്ന് പറയും. അപ്പോൾ ഇത് കണ്ടോണം, ഇത് ആയുർരേഖയാണ്, ഇത് ബുദ്ധിരേഖയാണ്, ഇത് ഹൃദയരേഖയാണ്. അപ്പോൾ ഈ ഹൃദയരേഖയ്ക്കും ഈ ബുദ്ധിരേഖയ്ക്കും ഇടയിലുള്ള സ്ഥലത്ത് വരുന്ന ക്രോസാണ് മിസ്റ്റിക് ക്രോസ്. കണ്ടല്ലോ, ഇതിനെയാണ് മിസ്റ്റിക് ക്രോസ് എന്ന് പറയുന്നത്. ഇത് ഒരാളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ, ഇത് പുരുഷന്മാരുടെ വലതു കൈയും സ്ത്രീകളുടെ ഇടതു കൈയിലും ശ്രദ്ധിച്ചാൽ മതി. വന്നു കഴിഞ്ഞാൽ ചില കാര്യങ്ങളുണ്ട്. നമ്പർ 1, ആ വ്യക്തി സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാനുള്ള ഒരു യോഗം തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന് നിങ്ങളുടെ ജനിച്ച സമയമനുസരിച്ച്, ഗ്രഹസ്ഥിതി അനുസരിച്ച് ചില കർമ്മദോഷങ്ങളോ തടസ്സങ്ങളോ കാണും. അതിന് വേണ്ട പരിഹാരവും ഞാൻ അവസാനം പറയുന്നുണ്ട്. മിക്കവാറും ഒരു 60% ആളുകളും
ഈ മിസ്റ്റിക് ക്രോസ് ഉള്ളവർ എത്ര ദാരിദ്ര്യത്തിൽ കഴിഞ്ഞാലും എത്ര ബുദ്ധിമുട്ടി കഴിഞ്ഞാലും പിന്നീട് രക്ഷപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ സാമ്പത്തികം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇതിന് സാധ്യതയുള്ള ചില വയസ്സുകളുണ്ട്. ആ വയസ്സുകളിലാണ് പലർക്കും മാറ്റം ഉണ്ടാകുന്നതായിട്ട് കണ്ടിരിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ മിസ്റ്റിക് ക്രോസിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ വയസ്സുകളിലാണ് ഈ മിസ്റ്റിക് ക്രോസിൻ്റെ ഫലം ഉണ്ടാകുന്നതെന്ന് ക്ലിയർ കട്ടായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, അല്ല പുസ്തകത്തിൽ നിന്നുള്ള കാര്യമൊന്നുമല്ല. അത് കൃത്യമാണ്, അനുഭവങ്ങളാണ്, ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ മിസ്റ്റിക് ക്രോസ് ഉണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് രാജയോഗം നൽകുന്ന ഒരു ചിഹ്നം തന്നെയാണ്, സംശയം വേണ്ട. പക്ഷേ ഇത് വ്യക്തമായിരിക്കണം. ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മങ്ങി കാണുക, ഫലം കിട്ടത്തില്ല. ഇതിനകത്ത് വേറെ രേഖ ക്രോസ് ചെയ്യുക, അത് ഫലം കിട്ടണമെന്നില്ല. ഈ വ്യക്തമല്ലാത്ത മിസ്റ്റിക് ക്രോസ് കാണുക, ഇതൊന്നും ഫലം കിട്ടണമെന്നില്ല. വ്യക്തമായ ക്ലിയർ ആയിട്ടുള്ള മറ്റു രേഖകൾ തടസ്സപ്പെടുത്താതെ, മറ്റു രേഖകൾ മുറിച്ച് കടക്കാതെ വ്യക്തമായിട്ടുള്ള മിസ്റ്റിക് ക്രോസ് ആണെങ്കിൽ അത് ഫലം നൽകുക തന്നെ ചെയ്യും. യാതൊരു സംശയവും വേണ്ട. ഇത് ഞാനിത്ര ഉറപ്പിച്ച് പറയാൻ കാര്യം, ഇത് ഞാൻ കണ്ട അനുഭവങ്ങളാണ്, ഞാൻ കണ്ട ജീവിതങ്ങളാണ്. അപ്പോൾ അത് കൊണ്ടാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒരു ഫലം എന്ന് വെച്ചാൽ, ഒന്ന് സാമ്പത്തികമായിട്ട് ആ വ്യക്തി എത്ര ബുദ്ധിമുട്ടി കഴിഞ്ഞാലും ഉയർന്നു വരുമെന്നുള്ളതാണ്. 2, ഏതാപത്തിൽപ്പെട്ടാലും രക്ഷപ്പെടുമെന്നുള്ളതാണ്. ഏതാപത്തിൽപ്പെട്ടാലും ഇവർ രക്ഷപ്പെടുമെന്നുള്ളതാണ്. 3, ഇവരുടെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ പിന്നീട് ജീവിതത്തിൽ നടക്കുമെന്നുള്ളതാണ്. ഒരു ഇൻറ്റ്യൂഷൻ, ഈശ്വര്യമായ ഉൾവിളി ഇവർക്കുണ്ടെന്നുള്ളതാണ്. എന്നുകരുതി ചുമ്മാ ഒരു സത്യസന്ധമല്ലാത്ത നമുക്ക് തോന്നുന്ന ചില ഭ്രാന്തൻ ചിന്തകളുടെ പുറകെ പോകരുത്. എന്നെങ്കിലും മനസ്സിൽ ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നുന്നു അത് നടക്കുന്നുണ്ട്, ഇത് നടക്കുന്നുണ്ട്, ഞാനൊരു ഈശ്വരനാണ് എന്നുള്ള ഭ്രാന്തമായ ചിന്തയിലോട്ടൊന്നും പോകരുത്. ഞാൻ പറയുന്നത് സത്യസന്ധമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ്. ചിലപ്പോൾ തോന്നുന്ന ചില കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കും. എന്നുകരുതി ഭ്രാന്തൻ ചിന്തയുടെ പുറകെ പോകരുത്. ഞാൻ വീണ്ടും പറയുന്നു, അതായത് എനിക്കെന്തോ ശക്തി ഉണ്ടെന്നോ ഞാൻ ഈശ്വരനാണെന്നോ അങ്ങനെയുള്ള അബദ്ധങ്ങളിലേക്കൊന്നും പോകരുത്. ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള, പ്രാക്ടിക്കലായിട്ടുള്ള, ലഘുവായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ചെറിയ ചെറിയ ചിന്തകൾ ചിലപ്പോൾ നടക്കാം, അതിനെ അത്രയും വിചാരിച്ചാൽ മതി, അല്ലാതെ വേറെ ഒന്നും അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. പിന്നെ ഈശ്വരീയമായ ഒരു അനുഗ്രഹം എപ്പോഴും കൂടുതലുള്ളവരാണ് ഇവർക്ക് ഉറപ്പായിട്ടും സാമ്പത്തികം ഉണ്ടാകാൻ യോഗമുള്ളവരുമാണ്. ഇവരുടെ പ്രധാനമായിട്ടും ജീവിതത്തിൽ ഞാൻ കണ്ടത് മിസ്റ്റിക് ക്രോസ് ഉള്ളവർക്ക് മാറ്റം വരുന്ന ചില വയസ്സുകളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞു തന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം. അതായത് 1, 10, 19, 28 ഈ തീയതികളിൽ ഏതെങ്കിലും ഒന്ന് ജനിച്ചവർ, ഏത് മാസം ആയിക്കോട്ടെ, ഈ തീയതികളിൽ 1-ാം തീയതി, 10-ാം തീയതി, 19-ാം തീയതി, 28-ാം തീയതി, ഇതിലേതെങ്കിലും ഒരു തീയതി ജനിച്ചവർ, മാസം ഏതാണെങ്കിലും കുഴപ്പമില്ല, ഈ പറയുന്നതല്ല അങ്ങനെ തന്നെ കേട്ടോ, മാസം ഇവിടെ വിഷയമല്ല. അപ്പോൾ ഈ തീയതി മാത്രം നോക്കിയാൽ മതി. ഈ തീയതികളിൽ ജനിച്ചവർക്കാണെങ്കിൽ മിസ്റ്റിക് ക്രോസിൻ്റെ ഫലം ഉണ്ടാകുന്നത് 37-ാമത്തെ വയസ്സിൽ മിസ്റ്റിക് ക്രോസിൻ്റെ ഫലം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണ്. 37. അടുത്തത് 46, 46-ാമത്തെ വയസ്സ് മിസ്റ്റിക് ക്രോസിൻ്റെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സമയമാണ്. ചിലർക്ക് 55, 55, 55, 55, 55. അപ്പോൾ ഇങ്ങനെ ഈ 1, 10, 19, 28 ഈ തീയതികളിൽ ജനിച്ചവർക്കാണെങ്കിൽ ചിലർക്ക് 37 മേൽ മാറ്റം ഉണ്ടാകാം, ചിലർക്ക് 46 മേൽ മാറ്റം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, ചിലർക്ക് 55 മേൽ മാറ്റം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി 2, 11, 20, 29 ഈ തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ ചിലർക്ക് 38 മേൽ മാറ്റം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, ചിലർക്ക് 47 മേൽ മാറ്റം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, ചിലർക്ക് 58 മേൽ മാറ്റം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് അവർ ജനിച്ച സമയവും ആ ഗ്രഹനിലയൊക്കെ അനുസരിച്ചായിരിക്കും. അത് ഏകദേശം ഒരു ആക്യുറേറ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാനിത് ഒരു സംഖ്യാജ്യോതിഷത്തെ അടിസ്ഥാനപ്പെടുത്തി, രേഖയുടെ ടൈമിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പം 3, 12, 21, 30 ഈ തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ 39 വയസ്സിനുമേൽ മിസ്റ്റിക് ക്രോസിൻ്റെ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചിലർക്ക്
48 മേൽ മിസ്റ്റിക് ക്രോസിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചിലർക്ക് 57 മേൽ മിസ്റ്റിക് ക്രോസിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി 4, 13, 22, 31 ഇതിലേതെങ്കിലും ഒരു തീയതി ജനിച്ചവരാണെങ്കിൽ ചിലർക്ക് 35 തൊട്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വീട്, ഭൂമി ഒക്കെ ഉണ്ടാകാനുള്ള ചില സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടായി തുടങ്ങുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചിലർക്കത് 37 മേലായിരിക്കും മിസ്റ്റിക് ക്രോസിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത്. ചിലർക്കാണെങ്കിൽ 46 മേലായിരിക്കും മിസ്റ്റിക് ക്രോസിൻ്റെ ഫലങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത്. ചിലർക്ക് 51 മേലായിരിക്കും മിസ്റ്റിക് ക്രോസിൻ്റെ ഫലങ്ങൾ കൂടുതലായിട്ട് ഉണ്ടായി തുടങ്ങുന്നത്. ഇനിയും 5, 14, 23 ഈ തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ ചിലർക്ക് 32ാമത്തെ വയസ്സിൽ മിസ്റ്റിക് ക്രോസിൻ്റെ ഫലം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചിലർക്ക് 23ാമത്തെ വയസ്സിൽ മിസ്റ്റിക് ക്രോസിൻ്റെ ഫലം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. 23ാമത്തെ വയസ്സിൽ ജോലി, ഒരുമാതിരി ന്യായമായ ശമ്പളം ഇതൊക്കെ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചിലർക്ക് 32ലാണ് മിസ്റ്റിക് ക്രോസിൻ്റെ ഫലം ഉണ്ടാകുന്നതായിട്ട് കണ്ടിരിക്കുന്നത്. അവരുടെ ആ പ്ലാനറ്ററി ആ ഗ്രഹനിലയിലെ ആ പൊസിഷനോടനുസരിച്ചിരിക്കും കേട്ടോ. അതാണ് അപ്പോഴാണ് കൂടുതൽ ആക്യുറേറ്റ് ആകുന്നത്. അപ്പം ഞാനൊരു വൈഡ് അനാലിസിസ് ആണ് പറയുന്നത്, ഒരു വൈഡായിട്ടുള്ള അനാലിസിസ്. എങ്കിലും ഏകദേശം നിങ്ങൾക്കൊരു ഗുണം കിട്ടും, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പം 5, 14, 23 തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ 23 ഒരു ചേഞ്ച് ഉണ്ടാകാവുന്ന സമയമാണ്. 32 ഒരു ചേഞ്ച് ഉണ്ടാകാവുന്ന സമയമാണ്. അതുപോലെ 41 ചേഞ്ച് ഉണ്ടാകാവുന്ന സമയമാണ്. 50 ചേഞ്ച് ഉണ്ടാകുന്ന സമയമാണ്. ഇത് പലർക്കും പല രീതിയിലാണ് കണ്ടിരിക്കുന്നത്. അപ്പം ഇനി ഈ പറയുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ, നിങ്ങൾ ചില വഴിപാടുകൾ ചെയ്താൽ ചിലപ്പോൾ വലിയ മാറ്റങ്ങളിലേക്ക് വരാം. അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു തരുന്നത്, മനസ്സിലാകുന്നുണ്ടോ? പ്രാക്ടിക്കബിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരുന്നത്. ഒരു കാര്യം പ്രായോഗികമായിട്ട് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് പറയുന്നത്. അല്ലാതെ ചുമ്മാ നമ്മളൊരു കാര്യം അറിയുന്നതുകൊണ്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഇതുപോലെ മിസ്റ്റിക് ക്രോസിൻ്റെ ഫലം നോക്കി ഇത്രാമത്തെ വയസ്സിൽ ഒരു മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ മാറ്റം ഉണ്ടാകാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സമയമാണെന്ന് പറഞ്ഞ് മാറ്റം ഉണ്ടായി നല്ല ഒരു മാറ്റത്തിലേക്ക് വന്നവരുണ്ട്, ജോലി മാറിയവരുണ്ട്, സ്വന്തമായി തൊഴിൽ ചെയ്തവരുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അല്ല ചുമ്മാ ഈ പുസ്തകത്തിൽ വായിച്ച് പറയുന്ന നല്ലത്. ഞാനിത് ചെയ്യുന്ന ആളാണ്, ഇത് ചെയ്തുള്ള അനുഭവമാണ്. അത് രണ്ടാണ്. പുസ്തകത്തിൽ നോക്കി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു വീഡിയോ എടുക്കാൻ അതെല്ലാവരെയും കൊണ്ടും പറ്റും, അതല്ലത്. ഈ വാക്കുകളിൽ ഉറച്ച് പറയുന്ന ആ വാക്കുകളുടെ ഉറപ്പ് അതെൻ്റെ അനുഭവമാണ്. രണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഒരു അനുഭവമുള്ള ഒരാൾ പറയുന്നതും അല്ലാതെ ചുമ്മാ ഒരാൾ പറയുന്നതും രണ്ടാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ആവശ്യമുള്ളത് പ്രയോജനപ്പെടുത്തുക. 6, 15, 24 6, 15, 24 ഈ തീയതികളിൽ ജനിച്ചവർ ഇതിലേത് തീയതി ജനിച്ചവരാണേലും അവർക്ക് 38 മേൽ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. മിസ്റ്റിക് ക്രോസ് ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതുപോലെ 42 മേൽ 42 മേൽ ഒരു നല്ല ചേഞ്ച് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ചിലർക്ക് 46 മേൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. 7, 16, 25 ഈ തീയതികളിൽ ജനിച്ചവർ, ഈ തീയതികളിൽ ഏതെങ്കിലും ഒന്ന് ജനിച്ചവർക്ക് 34 നല്ല ചേഞ്ച് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. 34 മേൽ, ചിലർക്ക് 43 മേൽ, ചിലർക്ക് 52 മേൽ ചേഞ്ച് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. 8, 17, 26 ഈ തീയതികളിൽ ഒന്നിൽ ജനിച്ചവർ, 8, 17, 26 ഈ തീയതികളിൽ ഒന്നിൽ ജനിച്ചവർ ചിലർക്ക് 35 മേൽ തൊട്ട് നല്ല മാറ്റം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചിലർക്ക് 44 മേൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചിലർക്ക് 53 മേൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. 9, 18, 27 ഇതിലേതെങ്കിലും ഒരു തീയതി ജനിച്ചവർ ചിലർക്ക് 36 മേൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചിലർക്ക് 41 മേൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചിലർക്ക് 45 മേൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചിലർക്ക് 54 മേൽ മാറ്റം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ മിസ്റ്റിക് ക്രോസ് ഉള്ളവർക്ക് ഈ പറഞ്ഞ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞ സമയങ്ങളിൽ അതിലേതെങ്കിലുമൊക്കെ സമയങ്ങളിൽ ജീവിതം ചേഞ്ച് ആകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനിയും അങ്ങനെ ചേഞ്ച് ആയിട്ടില്ലെങ്കിൽ അതിനവരുടെ ഗ്രഹനിലയിൽ എന്തെങ്കിലും ദോഷങ്ങൾ കാണും. ജനിച്ച സമയം വെച്ച് ഗ്രഹസ്ഥിതി അനുസരിച്ച് ഏതെങ്കിലും ദോഷങ്ങൾ കാണും. അതിന് ചില കാര്യങ്ങൾ ചെയ്തു പോയാൽ നന്നായിരിക്കും. അതും പറഞ്ഞു കൊടുത്തിട്ടുള്ള അനുഭവം എനിക്കുണ്ട്, അത് അവസാനം പറഞ്ഞുതരാം. ഇനിയും ഈ ഒരു ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കണം.
എന്താണ്? ഈ ഒരു ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കണം. എന്താണത്? സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി വീഴാൻ വളരെ സാധ്യത കൂടുതലാണ്. ഈ നല്ല സമയങ്ങളിലേക്ക് വന്നാൽ വലിയ കുഴപ്പമില്ല. പക്ഷെ അതിനു മുമ്പോ ഇതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും സമയങ്ങളിലോ സാമ്പത്തികമായ തട്ടിപ്പുകളിൽ പോയി വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു സാമ്പത്തികമായിട്ട് കുറച്ച് കൂടുതൽ പൈസ കിട്ടും, ഇന്നടത്ത് കൊണ്ട് പൈസ ഇടാൻ തൻ്റെ ഈ രേഖയുള്ളവരായിരിക്കും ആദ്യം പോയി ക്യൂ നിൽക്കുന്നത്. അപ്പം അവരവിടെ കൊണ്ട് പൈസ ഇടും. എന്നിട്ട് ലാസ്റ്റ് പൈസ പോയി കഴിഞ്ഞ് അവർ പാഠം പഠിക്കത്തുള്ളൂ. ഇങ്ങനെ ഒരു കുഴപ്പങ്ങളുണ്ട്. പക്ഷേ ഇത് ദോഷ സമയങ്ങളിലായിരിക്കും. ഇത് നല്ല സമയങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ വലിയ പ്രശ്നം വരത്തില്ല. ഇതിനു മുമ്പ് വരുന്ന ഈ നല്ല സമയങ്ങൾക്ക് മുമ്പ് വരുന്ന ദോഷ സമയങ്ങളിലാണ് ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. ചിലർക്ക് ഈ നല്ല സമയങ്ങൾക്കിടയിലുള്ള ചില ദോഷ സമയങ്ങളിലും ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക, നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അയൽപക്കത്തുള്ള ആരെങ്കിലും, ഇപ്പോൾ ഇത് സ്ത്രീകളുടെ കയ്യിലാണെന്ന് വിചാരിച്ചു, അയൽപക്കത്തുള്ള ആരെങ്കിലും വന്നിട്ട് പറയാം കുറച്ച് സ്വർണം തരാമോ, ഞങ്ങളുടെ ഒരു അത്യാവശ്യത്തിനാണ്, അടുത്ത ആഴ്ച ഞാൻ ഘടിപ്പിച്ച് തരാം, പണയം വെച്ചിട്ട് അടുത്ത ആഴ്ച ഘടിപ്പിച്ച് തരാം. കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും. ചിലപ്പം കിട്ടത്തില്ല, ചിലപ്പം കിട്ടാം, സ്വാഹയായിപ്പോകും. എന്ന് വെച്ചാൽ ആ പൈസ തിരിച്ച് കിട്ടാൻ, അല്ലെങ്കിൽ ആ സ്വർണം തിരിച്ച് കിട്ടാൻ പഠിച്ച പണി 18 നോക്കേണ്ടി വരും. ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടത്തില്ല. അല്ലെങ്കിൽ അതിൻ്റെ പുറകെ കുറേ നടക്കേണ്ടതായിട്ട് വരാം. മനോദുഃഖം ചിലപ്പോൾ ഉണ്ടാകാം. പിന്നെ ഇപ്പം ഗൾഫിന് പോകുന്നു, ഈ ചിഹ്നമുള്ളവരാണെങ്കിൽ ഒരു ദോഷ സമയങ്ങളിൽ, അതായത് ഒരു 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 ഇവരുടെ നല്ല ഒരു ടൈമിങ് ഞാൻ പറഞ്ഞു, അതിന് മുമ്പ് വരുന്ന സമയങ്ങളാണ്, ആ നല്ല ടൈമിങ്ങിന് മുമ്പ് വരുന്ന സമയങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് 24, 28, 33 ഈ ടൈമിങ്ങുകളൊക്കെയാണ്. 38-ന് മുമ്പായിട്ട് വരുന്ന സമയങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ചിലർക്ക് ഈ നല്ല ടൈമിങ്ങൾ പറഞ്ഞാൽ ഇടയ്ക്ക് വരുന്ന ദോഷ സമയങ്ങളിലും പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പം ഗൾഫിനൊക്കെ പോകുന്നു, കൃത്യം തട്ടിപ്പുകാരെ കൊണ്ട് പൈസ കൊടുക്കത്തുള്ളൂ. എന്നിട്ട് ആ പൈസ ബ്ലോക്ക് ആകും, ആ പൈസ കിട്ടാൻ ബുദ്ധിമുട്ട്, അങ്ങനെ പ്രശ്നങ്ങളായിട്ട് നടക്കാം. പിന്നെ ഒരു ബിസിനസ് തുടങ്ങുന്ന വിചാരിക്കും, ഒരു കൂട്ടുകാരൻ വന്നേച്ച് പറയാം നല്ല ലാഭം കിട്ടുന്ന പരിപാടി നമുക്ക് തുടങ്ങാം. ഈ ചിഹ്നം ഉള്ളവരാണെങ്കിൽ കണ്ണും അടച്ചുകൊണ്ട് കയറി അങ്ങ് തുടങ്ങും. ബിസിനസ് എന്താണെന്നോ എങ്ങനെ ചെയ്യേണ്ടെന്നോ ഒന്നും അറിയത്തില്ല, കൂട്ടുകാരനെ അങ്ങ് വിശ്വാസമാണ്. ഈ ചിഹ്നമുള്ളവർക്ക് പലപ്പോഴും മറ്റുള്ളവരോട് അമിതമായ വിശ്വാസം കാണും. അതുകൊണ്ട് അവർ കൂടുതൽ ആപത്തിപ്പെടുന്നത്. ലാസ്റ്റ് പല ബിസിനസ് സംരംഭങ്ങളും പൊട്ടിയ അനുഭവമുണ്ട്. പക്ഷെ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് പലരും അങ്ങനെ രക്ഷപ്പെട്ടവരുമുണ്ട്. ലക്ഷങ്ങൾ നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടവരുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. അല്ലെ ചുമ്മാ ഒരു കാര്യം ഞാൻ പറയത്തില്ല. ഞാൻ പറയും പാർട്ണർഷിപ്പ് പരിപാടിക്ക് പോകരുത്, അത് ദോഷം ചെയ്യും. അങ്ങനെ പൈസ ലാഭിച്ചവരുണ്ട്. എന്നുവെച്ചാൽ എല്ലാവർക്കും ചിലർക്ക് ജനിച്ച സമയം നല്ലതാണെങ്കിൽ ഇതിൻ്റെ ദോഷവശങ്ങൾ ചിലപ്പോൾ അനുഭവപ്പെട്ടില്ലെന്ന് വരാം. പക്ഷേ സാമാന്യമായിട്ട് പറഞ്ഞാൽ ശ്രദ്ധിക്കുക നല്ലതാണ്. അതുപോലെ എവിടെ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടോ അവിടെ കൊണ്ട കാശ് കളയുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ചിട്ടി കൂടിയെന്ന് വിചാരിച്ചു, ഇവരുടെ ചിട്ടിയുടെ എണ്ണ എത്തുമ്പോഴായിരിക്കും ചിട്ടി ചിലപ്പോൾ പൊട്ടിപ്പോകുന്നത്. ആ ചിട്ടി അടന്നവർ ചിലപ്പോൾ മുങ്ങുക, ചിട്ടി പൊട്ടുക, ചിലപ്പം പൈസ കിട്ടാതെ തടസ്സമുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. അപ്പോൾ അവരെന്ത് ചെയ്യണം? ആളും അന്വേഷിച്ചിട്ട് നല്ല രീതിയിൽ ഉള്ളിടത്ത് ചിട്ടി തുടങ്ങുക, അല്ലെ ബാങ്ക് ഇട്ടേക്കുക. നല്ല വിശ്വസിക്കാവുന്നിടത്ത് ചിട്ടി ചേരുക, അല്ലെ ബാങ്ക് ഇട്ടേക്കുക. പിന്നെ ഇങ്ങനെയുള്ളവർക്ക് ഇതുപോലുള്ള തട്ടിപ്പുകളിൽ പോയി ചാടാതിരിക്കാൻ ഒരു വിദ്യ പറഞ്ഞുതരാം. എന്താണെന്നറിയോ? ഭദ്രകാളിയെ വിളിച്ചാൽ മതി. കുളിച്ചീറനോടെ, അല്ലെ കുളിച്ച് കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് കാലും മുഖം കഴുകിയിട്ട് വിളിക്കുക, അല്ലെങ്കിൽ കുളിച്ചീറനോടെ വിളിക്കുക, വസ്ത്രം എടുത്തുകൊണ്ട് തന്നെ. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ. പിന്നെ ഓം ഇല്ലാതെ ജപിക്കണം. ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ. പിന്നെ ഈ ഒരു രഹസ്യ മന്ത്രം കൂടെ ജപിക്കണം. യാ ദേവി സർവഭൂതേഷു ബ്രഹ്മരൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ. അത്ഭുത മന്ത്രമാണത്. ഇത് ജപിച്ച ഒരു തട്ടിപ്പിലും പോയി ചാടാതിരിക്കാൻ ഉപകരിക്കും. പിന്നെ നമ്മളുടെ തട്ടിപ്പ് പോയി ചാടാതിരിക്കാൻ ശ്രമിക്കണം. മനസ്സിലായില്ലേ? ഒരാൾ നമ്മളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ പകുതി അവൻ്റെ കഴിവും പകുതി നമ്മുടെ കഴിവുകേടുമാണ്. നമ്മൾ അനുവദിച്ചിട്ടാണ് പറ്റിക്കുന്നത്.
50% നമ്മുടെ ഭാഗത്താണ് കുറ്റം. അതുകൊണ്ട് നമുക്ക് ബുദ്ധി ഈശ്വരൻ തന്നിട്ടുണ്ട്, അതുകൂടെ പ്രയോജനപ്പെടുത്തി നമ്മളൂടെ ശ്രമിക്കണം അത്തരം തട്ടിപ്പിൽ പോയി വീഴാതിരിക്കാൻ ഈശ്വരാധീനത്തിനൊപ്പം. അപ്പോഴാണ് നമുക്ക് അത്തരം തട്ടിപ്പുകളിൽ പോയി വീഴാതെ രക്ഷപ്പെടുന്നത്. പിന്നെ കൃഷ്ണക്ഷേത്രങ്ങളിൽ, ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രങ്ങളിൽ, ഇപ്പോൾ അമ്പലപ്പുഴ അല്ലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അല്ലെ ആറന്മുള, ഇങ്ങനെ ആയിക്കോട്ടെ, ഞാൻ 2-3 പേര് എൻ്റെ മനസ്സിൽ വന്നതെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയുള്ള ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രത്തിൽ മാസത്തിൽ ഒന്നെങ്കിലും ദർശനം നടത്തണം. കാരണം എന്താണെന്നറിയോ, ഈ മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ അവിടുത്തെ ചൈതന്യത്തിന് വളരെ ശക്തിയാണ്. ആ ചൈതന്യം നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കും. നിങ്ങൾ വിചാരിക്കുന്നു ഗുരുവായൂരൊക്കെ എന്തുകൊണ്ടാണ് ഇത്ര ആൾ കൂടുതൽ പോകുന്നത്? അത് അവർക്ക് അതിൻ്റെ ബലം കിട്ടുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ അതിൻ്റെ മാറ്റം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നും അവിടെ ഉത്സവം പോലല്ലേ. അതെന്തുകൊണ്ടാണ്? ആ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ്. കാരണം അവിടുത്തെ ചൈതന്യത്തിന് പ്രത്യേകതയുണ്ട്. അത് അവിടുത്തെ പൂജയുടെ ആകാം, അവിടുത്തെ പ്രതിഷ്ഠയുടെ ആയിരിക്കാം, അതെല്ലാം വ്യത്യസ്തമാണല്ലോ പലയിടത്തും. അപ്പോൾ അവിടെ ആ ചൈതന്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഗുരുവായൂർ, അമ്പലപ്പുഴ, ആറന്മുള, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, മനസ്സിലോർത്ത 4 ക്ഷേത്രം പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയുള്ള എവിടെയുള്ള ക്ഷേത്രം ആയിക്കോട്ടെ, ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രത്തിൽ മാസത്തിൽ 1 ദർശനം നടത്തണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് ചെയ്യുക. അത് മാസം തോറും ആവർത്തിക്കണം. ആ ചൈതന്യം നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും. ഇതുപോലെ ആപത്തുകളിലൊന്നും പോയി ചാടത്തില്ല. സത്യസന്ധമായ കാര്യമാണ് ഞാൻ പറയുന്നത്, അനുഭവമുള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ ചെയ്തവരുടെ ജീവിതം മാറിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അല്ലാതെ അവിടെ ഇവിടെയും കേൾക്കുന്ന കാര്യം, പുസ്തകത്തിൽ കാണുന്ന കാര്യം ഒന്നും അല്ല പറയുന്നത്. അനുഭവത്തിൽ നിന്നായി പറയുന്നത്. അതിൻ്റെ വില വേറെയാണ്. ഞാൻ എത്രയോ ആളുകളെ കൺസൾട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞുതരാൻ പറ്റും. അല്ലാതെ വീഡിയോ മാത്രം ഇടുന്ന ആളല്ല ഞാൻ. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുക, അതേ പ്രയോജനം ചെയ്യത്തുള്ളൂ. അനുഭവമുള്ള ആൾ പറയുന്നതേ പ്രയോജനം ചെയ്യത്തുള്ളൂ. അപ്പം അത് ഞാനെന്നല്ല, ആരാണെങ്കിലും അനുഭവമുള്ള ആളുകൾ പറയുന്നത് പ്രയോജനം ചെയ്യത്തുള്ളൂ. പല എന്തെല്ലാം ആത്മീയമായ അബദ്ധങ്ങളാണ് പലയിടത്തും കേൾക്കുന്നത്. എന്നാൽ നല്ല കാര്യങ്ങളും ഉണ്ട് ഒരുപാട്. പക്ഷേ ഈ ആത്മീയമായ അബദ്ധങ്ങൾ അത് കാണാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ. പക്ഷെ അത് ഇടുന്നവരുടെ കുഴപ്പമില്ല, കാണുന്നവരുടെ കുഴപ്പമാണ്. ഇടുന്നവർ അവർ ബുദ്ധിപരമായിട്ട് ചെയ്യുന്നു, അവർക്ക് വ്യൂസ് കിട്ടാനായിരിക്കും. പക്ഷെ ഒരുപാട് ആത്മീയ അബദ്ധങ്ങൾ, പക്ഷെ അതിനെല്ലാം ഭയങ്കര വ്യൂസാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നല്ല കാര്യങ്ങൾ, ഇപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇടുന്നവരുണ്ട്, പക്ഷെ അതിനൊക്കെ വ്യൂസ് കുറവാണ്. അത് ആരുടെ കുഴപ്പമാണ്? അത് കാണുന്നവരങ്ങനെയുള്ള അതിലേക്ക് പോകുന്ന ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കഴിവതും നമ്മൾ നല്ല കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക. വിഡ്ഢിത്തരങ്ങൾ കേട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. ഒരു മണ്ടന്മാരെ അല്ലെ വിഡ്ഢികളെ ഫോളോ ചെയ്ത് ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഇന്ന് വരെ രക്ഷപ്പെട്ടിട്ടില്ല. നല്ല കാര്യങ്ങൾ, നന്മയുള്ള കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ ഫോളോ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ഞാനൊന്നല്ല, ഒരുപാട് ആളുകൾ നല്ല കാര്യങ്ങൾ ഇടുന്നുണ്ട്, അതൊക്കെ കാണാം. പൊട്ടത്തരങ്ങളുമുണ്ട് ഒരുപാട്, അതിനൊന്നും പുറകെ പോകരുത്. ശുദ്ധ പൊട്ടത്തരങ്ങളുണ്ട്, ഒരു കോമൺ സെൻസ് ഇല്ലാത്ത, ഒരു യുക്തിയില്ലാത്ത ഒരുപാട് മണ്ടത്തരങ്ങളുണ്ട്. അതിൻ്റെ ഒന്നും പുറകെ പോകരുത്. എന്നാൽ നല്ല കാര്യങ്ങൾ ഒരുപാട് ആളുകൾ നല്ല കാര്യങ്ങളും ഒരുപാട് പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് സ്വീകരിക്കാം, അതിനെയൊക്കെ ഫോളോ ചെയ്യാം. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ വ്യൂസ് കാണുന്നത് പൊട്ടത്തരങ്ങളാണ്. ഒരു അടിസ്ഥാനമില്ലാത്ത, ഒരു ലോജിക്കുമില്ലാത്ത ശുദ്ധാബദ്ധങ്ങൾ, ഒരു സെൻസും ഇല്ലാത്ത പൊട്ടത്തരങ്ങൾ. പക്ഷെ അത് ഇപ്പം എന്ത് ചെയ്യാനാണ്? അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെയാണ് എല്ലാവരും അനുഭവിക്കുന്നത്. ഏത് വീട്ടിലുണ്ട് സമാധാനം? എവിടെയെല്ലാം പ്രശ്നങ്ങൾ? ആർക്കെങ്കിലും ഒരു ഗതിയുണ്ട്? മണ്ടത്തരങ്ങളെ ഫോളോ ചെയ്യുന്നവർ രക്ഷപ്പെടുന്നവൻ്റെ എങ്ങനെ? മണ്ടത്തരങ്ങളല്ലേ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ആരെങ്കിലും വിഡ്ഢികളെ ഫോളോ ചെയ്തിട്ട് ജീവിതത്തിൽ ഉയർച്ചയിലെത്തിയവരുണ്ടോ? ആരുമില്ല. അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ ഒരുപാട്, ഒരു 90% ആളുകൾ നല്ല കാര്യങ്ങളാണ് പറയുന്നത്, അതൊക്കെ കാണാം. 10% ആളുകളേ ഉള്ളൂ ഈ പൊട്ടത്തരങ്ങൾ മുഴുവൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് കാണാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ആരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാറില്ല. പക്ഷേ അവനവൻ എന്ത് തിരഞ്ഞെടുക്കുന്നതനുസരിച്ചായിരിക്കും അവനവൻ്റെ ജീവിതത്തിൽ മാറ്റം വരുന്നത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ഞാൻ ക്രിയായോഗം സ്വീകരിച്ചതാണ്. ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, നല്ലവരും ഉണ്ട്, ഒന്നും അറിയാത്തവരും ഉണ്ട്. ഒന്നും അറിയാത്ത ഒരാളുടെ കീഴിൽ പോയാൽ ഞാൻ പഠിച്ചെങ്കിൽ എനിക്ക് ആ ക്രിയായോഗം കൊണ്ട് അനുഭവം ഉണ്ടാവുമോ? എൻ്റെ സ്ഥിതി അതിനെക്കാട്ടി മോശമാകത്തില്ലേ? നല്ല ഒരാളുടെ നിന്ന് ഞാൻ ആ വിദ്യ സ്വീകരിക്കുമ്പോഴല്ലേ എനിക്കത് അനുഭവമാകുന്നത്.
എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. നമ്മൾ സ്വീകരിക്കുന്ന നല്ല വഴിയായിരിക്കണം. നല്ലതുകൊണ്ട് എപ്പോഴും നന്മ ഉണ്ടാകത്തുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ഒരു ദോഷം ഉണ്ടാകത്തില്ല. അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ വയസ്സുകൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ വയസ്സുകൾ പ്രയോജനപ്പെടുത്തണം, പിന്നെ എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണം, അതുകൊണ്ട് ഗുണം ഉണ്ടാകത്തില്ല, ദോഷം ഉണ്ടാകത്തില്ല. ഗുണം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക്, അങ്ങനെയാണ്. പിന്നെ യാത്രകൾ നടത്തണം. ഈ ചിഹ്നമുള്ളവർ യാത്രകൾ, നല്ല നല്ല യാത്രകൾ നടത്തണം. പ്രകൃതിയെ കാണാനുള്ള നല്ല നല്ല സ്ഥലങ്ങളിലേക്ക്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നല്ല യാത്രകൾ നടത്തണം. പെട്ടെന്ന് ജീവിതം മാറും. കാരണം ഞാൻ കൃത്യമായി സജഷൻ കൊടുത്ത് ജീവിതം മാറിയവരുണ്ട്. ഈ രേഖയുള്ളവർ നല്ല യാത്രകൾ നടത്തണം. അപ്പോൾ ഒന്ന് ഭദ്രകാളി, അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദർശനം നടത്തണം. കടുംപായസവും ചെമ്പരത്തി മാലയും കുളത്തിൽ മലരുകൊണ്ട് മീനൂട്ട് നടത്തണം. കടുംപായസം, ചെമ്പരത്തി മാല, കുളത്തിൽ മലരുകൊണ്ട് മീനൂട്ട്. ഇത് വെള്ളിയാഴ്ചകൾ രാവിലെ ചെയ്യണം. വെള്ളിയാഴ്ചകൾ തോറും ആവർത്തിക്കണം. മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ഇതിൻ്റെ കൂടെ രാവിലെ ഒരു ഗണപതി ഹോമം, വൈകിട്ടൊരു ഭഗവതി സേവയും ഭദ്രകാളിയമ്മയ്ക്ക് ചെയ്യുക. അങ്ങനെ ആവർത്തിക്കുക. പിന്നെ കൃഷ്ണക്ഷേത്രത്തിൽ മലയാള മാസം 1-ാം തീയതി ദർശനം നടത്തണം. ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രത്തിൽ. നമ്പർ 3, യാത്രകൾ നടത്തണം. ഈ ചിഹ്നമുള്ളവരുടെ കാര്യം പറഞ്ഞു, യാത്രകൾ നടത്തണം. യാത്രകൾ ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ ശനിയാഴ്ച ദാനം ചെയ്യണം. നമുക്ക് വയ്യാത്തവർക്ക് അല്ലെങ്കിൽ ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ നമ്മളെക്കൂടെ പറ്റുന്ന ദാനം ചെയ്യുക. പൈസ ഉണ്ടായിട്ട് ദാനം ചെയ്യാനിരിക്കരുത്. നമ്മൾ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്ന് ദാനം ചെയ്യുന്നതാണ് യഥാർത്ഥ ദാനം. നമ്മളിപ്പോൾ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്ന് ഒരു 10 രൂപ കൊടുക്കാനുള്ള മനസ്സാണ് യഥാർത്ഥ ദാനം കേട്ടോ. ശനിയാഴ്ചകൾ അന്നം ഭക്ഷണം മേടിച്ചു കൊടുക്കാം അർഹരായവർക്ക്. പിന്നെ ഒരു ആശുപത്രി കേസോട്ടിനും ഒക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ സഹായം ചെയ്യുക, പറ്റുന്ന പോലെ. ഇനിയിപ്പം സഹായം ചെയ്യാൻ ശനിയാഴ്ചയെന്നോ വ്യാഴാഴ്ചയെന്നോ നോക്കേണ്ട കാര്യമില്ല. ഒരാൾക്ക് ആവശ്യമുള്ളപ്പോൾ പറ്റുന്ന ഹെൽപ്പാണെങ്കിൽ ചെയ്തു കൊടുക്കുക. ആരെയും ബോധ്യപ്പെടുത്താനൊന്നും വേണ്ട, നമുക്ക് ശരിയെന്ന് തോന്നുന്നു ചെയ്യുക. പിന്നെ ശനിയാഴ്ചയും കൂടി ചെയ്യുക. ശനിയാഴ്ചയും കൂടെ അന്നദാനം, വസ്ത്രദാനം ഇതൊക്കെ ചെയ്യുന്ന നല്ലതാണ്. സ്വന്തം അച്ഛനും അമ്മയ്ക്കും വസ്ത്രം മാസത്തിൽ ഒരു ദിവസം ഒരു വസ്ത്രം കൊടുക്കണം. അവർക്ക് ഇടാൻ വേണ്ടി വസ്ത്രം, അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം വാങ്ങി കൊടുക്കണം. അവരുടെ കയ്യിൽ ഇച്ചിരി പൈസ കൊടുക്കണം. അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. അവർക്ക് അല്പം സ്നേഹം കൊടുക്കണം. പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. എത്രയോ ക്ഷേത്രങ്ങളിൽ കയറി ഇറങ്ങിയിട്ട് മാറ്റങ്ങൾ ഉണ്ടാകാത്തവരും ഈ കാര്യം ചെയ്യാൻ മാറ്റം വരും. അമ്മയാണ് ആദ്യ ഗുരു. അമ്മയും അച്ഛനും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗുരു കഴിഞ്ഞിട്ടുള്ളൂ ഈശ്വരൻ. ഇവരെ നോക്കാതെ, അമ്മയും അച്ഛനെ നോക്കാതെ ലോകത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെയുള്ളൂ. വെള്ളത്തിൽ ഒരു വര വരച്ചാൽ കാണാൻ പറ്റുമോ? വരയ്ക്കുമ്പോൾ തോന്നും ഞാൻ വലിയ വരയാണ് വരയ്ക്കുന്നത്, വലിയ ഫീലൊക്കെ തോന്നും. വരച്ചു കഴിയുമ്പോൾ വര കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. സ്വന്തം അച്ഛനെയും അമ്മയും മറന്നിട്ട് എന്തു ചെയ്താലും അതൊന്നും അപൂർണമാണ്. അമ്മയാണ് ആദ്യ ഗുരു. അച്ഛനാണ്, അച്ഛൻ്റെ സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് നമ്മളായത്. അപ്പോൾ അമ്മയും അച്ഛനും കഴിഞ്ഞേ ഉള്ളൂ ഗുരുവും കഴിഞ്ഞേ ഉള്ളൂ ഈശ്വരൻ. അപ്പോൾ അച്ഛനമ്മമാരോട് അല്പസമയം ചെലവഴിക്കുക, അവർക്ക് അല്പം സ്നേഹം കൊടുക്കുക. അതിപ്പോൾ ഒരു ഹോം നേഴ്സിന് കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കൊടുക്കേണ്ട സ്നേഹം ഹോം നേഴ്സിന് കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ പലയിടത്തും നടക്കുന്നതാണ് നിങ്ങൾ കൊടുക്കേണ്ട സ്നേഹം. കാരണം അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ ഹോം നേഴ്സിനെ അല്ല വളർത്തിയത്, നിങ്ങളെയാണ് വളർത്തിയത്. അപ്പം അവർ നിങ്ങൾക്ക് തന്ന സ്നേഹം നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. അവരുടെ ജന്മസിദ്ധമായ ദൈവികമായ അവകാശമാണ്. അത് നിങ്ങൾ പാലിക്കണം. ഇപ്പം പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഇപ്പം മക്കളെ വളർത്തി നല്ല വിദ്യാഭ്യാസം കൊടുക്കും. ഇവൻ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ ഇവൻ യൂറോപ്പിൽ പോകും. പിന്നെ ഇവനെ പൊടിയിട്ട് നോക്കിയാൽ കാണത്തില്ല. അവിടെ ഭാര്യയായി സെറ്റിലായി, ഇവിടെ ഹോം നേഴ്സിനെ ഏൽപ്പിക്കും. ഇപ്പം കണ്ടുവരുന്ന ഒരു കാര്യം അതാ. അവരെന്ത് തെറ്റാ ചെയ്തത്? പഠിപ്പിച്ചതാണോ തെറ്റ്? അവരല്ല തെറ്റ് ചെയ്തത്. മകൻ അവരെ തിരിച്ചറിയാതെ, മക്കൾ അവരെ തിരിച്ചറിയാതെ പോകുന്നതാണ് ദൈവദോഷം. അത് അവനോട് സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ്, പറഞ്ഞു ജയിക്കേണ്ട കാര്യമില്ല. അപ്പം അച്ഛനമ്മമാരെ കെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി, ഇപ്പോൾ അവർക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് നല്ല സാമ്പത്തിക നിലയാണ്. അപ്പം നിങ്ങൾ ലോകം മുഴുവൻ ചാരിറ്റി ചെയ്യുന്നു, ഫോട്ടോ എടുത്ത് ചാരിറ്റി ചെയ്യുന്നു, അത് ചെയ്യുന്നു. സ്വന്തം സഹോദരനോ സഹോദരിയോ ചിലപ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്ന പോലെ സഹായം ചോദിച്ചെന്നിരിക്കത്തില്ല. അതങ്ങനെയാണല്ലോ. പക്ഷെ നമുക്കറിയായിരിക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അവരെ സഹായിക്കാതെ നിങ്ങൾ ലോകം മുഴുവൻ എന്തൊക്കെ ചെയ്താലും ഒരു കാര്യമില്ല.
ലോകം മുഴുവൻ ചെയ്യരുതെന്നല്ല പറഞ്ഞത്. സ്വന്തം അച്ഛൻ, സ്വന്തം അമ്മ, സഹോദരങ്ങൾ ഇവരെയൊക്കെ മറന്നിട്ട് നിങ്ങൾ ലോകം മുഴുവൻ ഒരുപാട് ചാരിറ്റി ചെയ്തോ, അതൊക്കെ മോശമാണെന്നല്ല പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ ചെയ്യാതെ ചെയ്താൽ അത് അപൂർണമാണ്. അത് അപൂർണം തന്നെയാണ്, സംശയമൊന്നും വേണ്ട. കാരണം ഒരു സഹോദരനോ സഹോദരിയോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അച്ഛനോ അമ്മ, ഇതൊക്കെ നമ്മളാക്കിയ നമ്മളുടെ തന്നെ ജീവൻ്റെ, നമ്മളുടെ തന്നെ ചൈതന്യത്തിൻ്റെ, നമ്മളെ തന്നെ DNA ഭാഗങ്ങളാണ് അവർ വ്യത്യസ്തരൊന്നുമല്ല. നമ്മുടെ DNA തന്നെയാണ് അവരുടെയും. അവരായിട്ട് കണക്ഷനുണ്ട്. അവരെ വേദനിപ്പിച്ചുകൊണ്ട്, അല്ല അവരെ നിങ്ങൾ സഹായിക്കാതെ ലോകം മുഴുവൻ ഓടി നടന്ന് എന്തൊക്കെ ചെയ്താലും അത് അപൂർണത തന്നെയാണ്. അങ്ങനെ എത്രയോ സഹോദരങ്ങൾ ഒരു ചെറിയ താങ്ങ് കിട്ടാതെ ജീവിതത്തിലേക്ക്, ചിലർ ജീവിതം നശിപ്പിക്കുന്നു, ചിലർ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകുന്നു, ചിലർ കടുങ്കൈകൾ ചെയ്യുന്നു, ചിലർ ജീവിതത്തിൽ ഒന്നും അല്ലാതായിത്തീരുന്നു. എത്രയോ സഹോദരൻ ചിലപ്പം അവരുടെ മറ്റു സഹോദരങ്ങളൊക്കെ നല്ല നിലയിലായിരിക്കും, ഇവരെ ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. ബാക്കി വെളിയിലൊക്കെ വലിയ ചാരിറ്റി ആയിരിക്കും. അത് അപൂർണമാണ്. കാരണം ആ ഒരു ദൈവദോഷം, അല്ല ഇവരുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഈശ്വര എന്നെ ഒന്ന് സഹായിച്ചില്ലല്ലോ, ആ ഒരു ചിന്ത ഉണ്ടാകും. അതിന് പകരം വയ്ക്കാൻ വേറെ ഒരു ചാരിറ്റിക്കും പറ്റത്തില്ല. നിങ്ങൾ വേറെ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്താലും വെളിയിലും ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ കാര്യങ്ങൾ മറക്കരുത്. ഇതൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ രേഖയെക്കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ അച്ഛനെയും അമ്മയുടെയും കൂടെ ഈ രേഖയുള്ളവരെ അല്പസമയം ചെലവഴിക്കണം, അവർക്ക് വസ്ത്രം നൽകണം, അവരോട് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ ഈ രേഖയുള്ളവർക്ക് അത് ഗുണം ചെയ്യും. ആ കൂട്ടത്തിൽ ഞാൻ പൊതുവായിട്ട് ഈ കാര്യങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അതെല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. ഇത് കണ്ടോ, ഇത് ചെറിയൊരു കണ്ണാടിയാണ്, വാൽ കണ്ണാടി. ഇതിന് വലിയ വിലയൊന്നുമില്ല, സാധാ കണ്ണാടിയാണ്. ഇത് ഞാനിന്ന് അമ്പലപ്പുഴ പോയപ്പം വാങ്ങിയതാണ്. അപ്പം ഇതുപോലൊരു കണ്ണാടി നിങ്ങൾ വാങ്ങി, വലിയ വിലയൊന്നുമില്ല, 130 രൂപയേ ഉള്ളൂ. വേറെ 630-ൻ്റെയൊക്കെ ഉണ്ട്. അതവിടെ ഇരുന്നോട്ട്, നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് മതി കേട്ടോ. അപ്പം നിങ്ങൾ ആവശ്യമുള്ളത് വില നോക്കിയിട്ട് നിങ്ങൾക്കുള്ളത് മേടിക്കുക. ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അല്ലെ ഇപ്പം ഒരിടത്ത് വലിയ വില പറഞ്ഞാൽ അവിടെ നിന്ന് മേടിക്കണമെന്നില്ല, അടുത്ത ഒരു കടയിൽ കയറി നിങ്ങൾക്ക് വില കുറഞ്ഞ് മേടിക്കാം. അത് നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതുപോലൊരു വാൽ കണ്ണാടി കണ്ടോ, ഒരു വാൽ കണ്ണാടി ഇത് വാങ്ങി ഭഗവാൻ കൃഷ്ണൻ്റെ ഫോട്ടോയുടെ സമീപമോ, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഈ മണ്ണ് കൊണ്ടുള്ള ക്ലേ കൊണ്ടുള്ള നീല നിറത്തിലുള്ള ഇല്ലേ അതിൻ്റെ സമീപമോ, അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിലോ വിളക്ക് കത്തിക്കുന്നിടത്തോ ഒക്കെ വെച്ചാൽ വളരെ ഐശ്വര്യപ്രദമാണ്. ഇതുപോലെ ഒരു കണ്ണാടി. ഇത് മെർക്കുറിയുള്ള കണ്ണാടിയാണ്. ഇത് മുഖം കാണാവുന്ന കണ്ണാടിയാണ്. മെർക്കുറിയുള്ളതാണ്, മുഖം കാണാവുന്ന, നല്ല ഐശ്വര്യപ്രദമാണ് വാൽ കണ്ണാടി കേട്ടോ. അത് ആവശ്യമുള്ളവർ ചെയ്യുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഓം ശിവായ നമഃ. യനവ ശിമ മവായ നശി ശിയ നമവ വശിമയന. ഓം. ഈ നമശിവായ കൊണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വയനമശി, ഏത് ആഗ്രഹവും സാധിച്ചെടുക്കുക എന്നുള്ള മന്ത്രമാണ് വയനമശി. നമശിവായ പല രീതിയിൽ തിരിച്ചെടുക്കണം. വയനമശി, ഏതാഗ്രഹവും സാധിച്ചെടുക്കാവുന്നതാണ്. ശിവയവശി, അതും ഏതാഗ്രഹം വശ്യത ഉണ്ടാക്കുന്നതാണ്. ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഒന്നും അതിനെക്കുറിച്ച് പറയേണ്ട സമയങ്ങളോ കാര്യങ്ങളോ അല്ല, അതുകൊണ്ട് പറയുന്നില്ല. ശിവവിദ്യകൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ശിവൻ എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയാണ്. ഭഗവാൻ, നിങ്ങളുടെ ഉള്ളിലുള്ള ഭഗവാനെ നിങ്ങൾ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം പൂർണ്ണത എത്തുന്നത്. ചുമ്മാ ഒന്നും അറിയാത്തവർ എന്തെല്ലാം കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. ശിവനുമായിട്ട് ബന്ധമില്ലാത്ത, കേട്ടറിവോ കണ്ടറിവോ ഒന്നുമില്ലാത്ത, ഭഗവാൻ പോലും കേട്ടാൽ ഞെട്ടിപ്പോകുന്ന കാര്യത്തിലുള്ള അറിവുകളാണ് ശിവനെക്കുറിച്ച് പലയിടത്തും പറയുന്നത്. ശിവ എന്ന് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. നല്ല ബുദ്ധി കൊടുക്കണേ ഈശ്വര എന്ന് മാത്രമേ ഉള്ളൂ. ചുമ്മാക്കെ എന്തൊക്കെയോ പറയുക, എന്തോ പറയുന്നതൊരു വെളിവുമില്ല. ശിവൻ ആരാന്നറിയത്തില്ല. ശിവവിദ്യ എന്നൊക്കെ പറഞ്ഞാൽ ശിവവിദ്യയൊക്കെ ഏറ്റവും ടോപ്പാണ്. പിന്നെ ഇതെല്ലാം ഇന്നെല്ലാം ബിസിനസ്സല്ലേ. ചുമ്മാ എവിടെയെങ്കിലും പോയി ആരുടെയെങ്കിലും കീഴിൽ നിന്ന് എന്നാങ്കിലുമൊക്കെ ഇച്ചിരി പഠിക്കും. എന്നിട്ട് യോഗ എന്നും പറഞ്ഞും പ്രാണായാമം എന്നും പറഞ്ഞും എന്നിട്ട് ഓരോ ടെക്നിക്കെന്നും പറഞ്ഞും അങ്ങ് ഇരിക്കും. പക്ഷേ ഇതെല്ലാം കർമ്മദോഷം വരുത്തി വെക്കും കേട്ടോ. സത്യമല്ലാതെ ഏതൊരു കാര്യം കർമ്മദോഷം വരുത്തി വെക്കും.
ഇപ്പോൾ ഈ ജന്മത്തിൽ കുറേ പാവങ്ങളെ പിടിച്ച് ശിഷ്യന്മാരാക്കിയാൽ മിടുക്കനായെന്ന് വിചാരിക്കുന്നതാണ്. പക്ഷെ അടുത്ത ജന്മത്തിൽ ഈ ശിഷ്യന്മാരുടെ ശിഷ്യനാകേണ്ടി വരും. അത് ചിന്തിക്കുന്നില്ല നമ്മൾ. കർമ്മം പിന്തുടരും, കർമ്മം തിരിച്ചടിക്കും, ചെയ്യുന്നതെല്ലാം തിരിച്ചടി ഉണ്ടാകും, സത്യമല്ലാത്ത കാര്യം. പിന്നെ എല്ലാം അവരവരുടെ കർമ്മഫലം. നമ്മളെപ്പോഴും നല്ല കാര്യങ്ങളെ മാത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുക, നല്ലതിനെ മാത്രം ഫോളോ ചെയ്യുക. നമ്മളുടെ മുന്നിൽ എപ്പോഴും നല്ലതും ചീത്ത, ലോകം ഉണ്ടായപ്പോൾ തൊട്ട് നല്ലതും ചീത്തയും ഉണ്ട്. നമുക്ക് ചോയ്സ് ഉണ്ട്, നല്ലതും ചീത്തയും നമ്മുടെ ഓപ്ഷനാണ്. നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അപ്പം നല്ല കാര്യങ്ങളെ ചോയ്സ് ചെയ്യുക. ഞാനെന്നല്ല, ഒരുപാട് ആളുകൾ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. നല്ല കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക. ശുദ്ധ പൊട്ടത്തരങ്ങൾ പുറകെ പോകരുത്. എങ്ങനെ പോയാൽ രക്ഷപ്പെടുന്നത്? ഒരു മണ്ടത്തരങ്ങളിൽ പോയ പുറകെ ആരെങ്കിലും രക്ഷപ്പെടുക? പക്ഷെ അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന, വ്യൂസ് വരുന്ന ശുദ്ധ അബദ്ധങ്ങൾ പറയുന്ന വീഡിയോകൾ കാണും. എന്തായാലും കൊള്ളാം. ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നവരുണ്ട്. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ബുദ്ധി എപ്പോഴും ഉപയോഗിക്കുക, ആരെന്ത് പറഞ്ഞാലും. എന്നിട്ട് നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രമേ അതിൻ്റെ പുറകെ പോകാവുള്ളൂ. അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മളെ ഒരു മനുഷ്യനെയും ദൂഷിക്കേണ്ട കാര്യമില്ല. ഞാൻ ആരെക്കുറിച്ച് അഭിപ്രായം പറയാറില്ല. നമ്മൾക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ബുദ്ധി പ്രയോഗിച്ച് നമ്മൾ നല്ലതിനെ മാത്രം തിരഞ്ഞെടുക്കുക. അത്രയും ചെയ്താൽ മതി. മറ്റുള്ളതൊന്നും ചിന്തിക്കേണ്ട. ഈ ലോകം ഉണ്ടായപ്പോൾ തൊട്ട് നല്ലതും ചീത്തയും ഉണ്ട്. അതെപ്പോഴും നമ്മളിപ്പോൾ ഒരു കൃഷി നടത്തിയാൽ തന്നെ നെല്ലിൻ്റെ കൂടെ കളയും കാണും. കളയില്ലാതെ വരത്തില്ല. പിന്നെ നമ്മൾ ആ കള പറിച്ച് കളയുക ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ മുന്നിലുള്ള തെറ്റായ കാര്യങ്ങളെ നമ്മുടെ മനസ്സിൽ നിന്ന് കളയുക, നല്ലതിനെ സ്വീകരിക്കുക. അത്രയേ ഉള്ളൂ. നമുക്കതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ചെയ്യാം, വേറെ ഒന്നും ചിന്തിക്കേണ്ട. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ന പുണ്യ ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദോ ന യജ്ഞം അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്തു ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം ജഗത് സർവം ശിവോഹം ശിവോഹം. ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേവം വിഭും ശിവോഹം ഗുരും പരം ശിവോഹം. എനിക്കെല്ലാം ശിവനാണ്. ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേഹവും ശിവനാണ്. ദേവം വിഭും ശിവോഹം ദേവനും ശിവനാണ്. ഗുരും പരം ശിവോഹം ഗുരുവും ശിവനാണ്. ഇത് അഘോരികളുടെ ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. അഘോരികളുടെ ഒരു മന്ത്രപദ്ധതിയാണ്. ഇന്ന്